CMRL മാസപ്പടി കേസിൽ എക്സാലോജിക് ഉടമയും പ്രതിപക്ഷ നേതാവിന്റെ മകളുമായ വീണ ടി നാളെ ഇഡിക്ക് മുന്നിൽ ഹാജരാകുന്നതിൽ ഇളവ് തേടിയിട്ടുണ്ട്. ആരോഗ്യ കാരണങ്ങൾ പറഞ്ഞാണ് നാളെ ഹാജരാവാൻ കഴിയില്ല. വെള്ളിയാഴ്ച നാളെയാണ് ഹാജരാകേണ്ടിയിരുന്നത്, എന്നാൽ കഴിയില്ല എന്ന രീതിയിൽ വീണ ED അറിയിച്ചിരിക്കുന്നത്. ലേറ്റസ്റ്റ് അപ്ഡേറ്റുമായി വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്നാണ്. വിഷ്ണു, ഗുഡ് മോർണിംഗ്. പറയൂ വിഷ്ണു, യഥാർത്ഥത്തിൽ ഇവരെ ഒന്നിച്ച് കർത്ത ഉൾപ്പെടെ ഒന്നിച്ച് ആളുകളെ ഇരുത്തി ചോദ്യം ചെയ്യുക എന്ന EDയുടെ നീക്കത്തിനാണോ ഇപ്പോൾ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരിക്കുന്നത്? വീണ ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിലെ കൊച്ചി യൂണിറ്റിലേക്ക് ഒരു ഇമെയിൽ സന്ദേശം അയച്ചിട്ടുള്ളത്. തന്നെ നാളത്തെ ചോദ്യം ചെയ്യലിൽ നിന്ന് ഒഴിവാക്കണം, സാവകാശം തരണം എന്നുള്ളതാണ് വീണയുടെ ആവശ്യം. രേഖകൾ ഹാജരാക്കണമെങ്കിൽ അത് അഭിഭാഷകൻ മുഖേന ഹാജരാക്കാമെന്നും ആ ഇമെയിൽ സന്ദേശത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ ED ഇതിന് മറുപടി ഇപ്പോൾ നൽകിയിട്ടില്ല. ഒരുപക്ഷെ ഇന്ന് രാവിലെയോടുകൂടി ആ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാകും. ഇതിൽ അലൗ ചെയ്യണമോ അതല്ലെങ്കിൽ വേണ്ടയോ എന്ന കാര്യത്തിൽ എന്തായാലും ED ഇന്ന് രാവിലെ തന്നെ തീരുമാനമെടുക്കുമെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. 2 ദിവസം മുമ്പാണ് ഈ CMRL മാസപ്പടി എക്സാലോജിക് ഇടപാടുമായി ബന്ധപ്പെട്ട് വീണ ടിയെ ചോദ്യം ചെയ്യണമെന്ന് വേണ്ടിയിട്ട് ED സമൻസ് അയച്ചത്. നാളെ ഹാജരാകാനാണ് നിർദ്ദേശിച്ചത്. പക്ഷേ വീണ ടി ഇപ്പോൾ വ്യക്തമാക്കുന്നത് തനിക്ക് അനാരോഗ്യമാണ്, അതുകൊണ്ട് നിലവിൽ നേരിട്ട് ഹാജരാകുന്നതിൽ ചില ബുദ്ധിമുട്ടുകളുണ്ട്. അഭിഭാഷകൻ മുഖേന രേഖകൾ ആവശ്യമെങ്കിൽ അത് എത്തിച്ചു നൽകാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഔദ്യോഗികമായ അന്തിമ തീരുമാനം എടുക്കേണ്ടത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആണ്. വീണയ്ക്ക് പുറമെ മറ്റു 9 പേർക്ക് കൂടി നോട്ടീസ് അയച്ചിട്ടുണ്ടായിരുന്നു. CMRLന്റെ ഉദ്യോഗസ്ഥർ, അതോടൊപ്പം തന്നെ ഉടമസ്ഥനായ ശശിധരൻ കർത്ത തുടങ്ങിയ ആളുകൾക്കൊക്കെയാണ് നോട്ടീസ് അയച്ചത്. പക്ഷെ അവരൊന്നും ഇത്തരത്തിലൊരു മറുപടി സന്ദേശം നൽകിയിട്ടില്ല. വീണയോട് അടിയന്തരമായി നാളെ ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ട പശ്ചാത്തലത്തിലാണ് വീണ ഇപ്പോൾ ഇത്തരത്തിലൊരു മറുപടി നൽകിയിട്ടുള്ളത്, സാവകാശം തേടിയിട്ടുള്ളത്. അതിനിപ്പോൾ ED എന്ത് തീരുമാനമാണ് എടുക്കാൻ പോകുന്നുള്ളത് എന്നാണ് ഏറെ ശ്രദ്ധേയം. മാസപ്പടി എക്സാലോജിക് അല്ലെങ്കിൽ CMRL ഇടപാടിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം ചെയ്യലാണ് നാളെ നടക്കാൻ പോയിരുന്നത്. എന്ത് സേവനമാണ് വീണ ടി ഈ CMRL നൽകിയത് എന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങൾക്ക് ഉത്തരം തേടിയാണ് വീണയെ ചോദ്യം ചെയ്യാൻ ED വിളിപ്പിച്ചത്. പക്ഷേ തനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്നും നാളെ ഹാജരാകാനാവില്ല എന്നും ചൂണ്ടിക്കാണിച്ചാണ് സാവകാശം തേടിയിട്ടുള്ളത്. പക്ഷേ സാവകാശം ഇതുവരെ നൽകിയിട്ടില്ല. അതിൽ അന്തിമ തീരുമാനം ഇന്ന് രാവിലെയോടുകൂടി തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൈക്കൊള്ളും. സാധാരണഗതിയിൽ ഒരു 3 സമൻസ് വരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അയക്കാറുണ്ട്. നമുക്ക് 3-ൽ കൂടുതൽ സമൻസ് അയച്ച പശ്ചാത്തലമൊക്കെ ഉണ്ട്. ഇപ്പോൾ മസാല ബോണ്ട് കേസുമായി ബന്ധപ്പെട്ട് തുരിതുര സമൻസ് ആണ് തോമസ് ഐസക്കിന് അയച്ചത്. പക്ഷേ അദ്ദേഹം പിന്നീട് നിയമ നടപടിയുമായി ഹൈക്കോടതിയിലേക്ക് പോകുന്നത് നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. അങ്ങനെ ഒരു ഡയറക്റ്റ് ഫൈറ്റിലേക്ക് പോകാനുള്ള സാധ്യതയില്ല. അനാരോഗ്യം ചൂണ്ടിക്കാണിച്ച് തനിക്ക് എത്താനാകില്ല എന്ന മറുപടിയാണ് നിലവിൽ വീണ നൽകിയിട്ടുള്ളത്. പക്ഷേ ED ഇപ്പോൾ എത്തണം എന്ന് ആവശ്യപ്പെടുകയാണെങ്കിൽ സ്വാഭാവികമായും വരേണ്ടി വരും. അത് ആത്യന്തികമായി EDയുടെ വിവേചനാധികാരമാണ്. ED ആണ് അതിൽ തീരുമാനമെടുക്കേണ്ടത്. അത് ഇന്ന് രാവിലെയോടുകൂടി തന്നെ ആ തീരുമാനം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ കൈക്കൊള്ളും. ഓക്കെ, താങ്ക് യു വിഷ്ണു സുരേഷ്. വീണ ആരോഗ്യ കാരണങ്ങൾ പറഞ്ഞ് നാളെ അവധി ചോദിച്ചിരിക്കുകയാണ്. നോർമലി ഒരു കേന്ദ്ര ഏജൻസി എന്ന നിലയിൽ ആരോഗ്യ കാരണം ഒരാൾ പറയുകയാണെങ്കിൽ, പ്രത്യേകിച്ച് സ്ത്രീകളാകുമ്പോൾ അതൊരു പരിഗണിക്കുകയാണ് പതിവ്. എന്തായാലും ED തീരുമാനമെടുത്തായി അറിവില്ല. തീരുമാനം വരുമ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ കൂടി നമുക്ക് അറിയിക്കാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.